ഇന്നലെ മീനൊന്നും കിട്ടാത്ത വിഷമത്തിൽ ഉള്ള കറിയും കൂട്ടി ചോറും കഴിച്ച് കിടക്കുമ്പോഴാണ് 2:30 കഴിഞ്ഞപ്പോൾ ഉമ്മായിട്ടൊരു കോള് വരുന്നത്. ദാ ഇവിടെ വരാൽ വാങ്ങി വെച്ചിട്ടുണ്ട്, വേഗം വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ മുറിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോലി. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവരുന്ന ചേച്ചി തന്നെ അത് കട്ട് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ തരും, അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാകും. അതിനപ്പോൾ ഒരു 1.5 കിലോ വരാലുണ്ടായിരുന്നു, 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം വീട്ടിൽ ഉമ്മാക്കും എടുത്തു, 2 എണ്ണം ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മുട്ടയുള്ള വരാലായിരുന്നു കേട്ടോ. അപ്പോൾ സ്പീഡിലാണ് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നതെങ്കിലും ആ മുട്ട പൊട്ടാതെ ഞാൻ പയ്യൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ സ്പീഡ് കൂട്ടി കാണിക്കുവാണേ. അങ്ങനെ ഞാൻ ചെന്നിട്ട് അത് രണ്ട് വീട്ടിലേക്കുള്ളതും സെപ്പറേറ്റ് ആയിട്ട് കഴുകി മുറിച്ച് മസാലയൊക്കെ പുരട്ടി എടുത്തു. ഇത് വീട്ടിലേക്കുള്ളത് ഇപ്പം മസാല പുരട്ടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ളതും ഞാൻ മസാല പുരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഉച്ച കഴിഞ്ഞല്ലോ, പിന്നെ ഞാൻ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ട, അങ്ങനെ ഞാൻ ഇന്നത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വരാൽ വറുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ അവിടത്തേക്കുള്ളത് മസാല പുരട്ടി വെച്ചു, പിന്നെ എനിക്കുള്ളത് ഞാൻ മസാല പുരട്ടി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വരാൽ വറുത്തതാണ്. തലേന്നേ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി സെറ്റായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഞാൻ വരാൽ വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം മുട്ട വറുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം മുട്ട പൊട്ടിത്തെറിക്കുമല്ലോ, അധികം വേവുമില്ല മുട്ടയ്ക്ക്. അപ്പോൾ ആദ്യം ഞാൻ മുട്ട ആദ്യമേ വറുത്ത് മാറ്റി, അതിനുശേഷമാണ് കഷ്ണം വറുത്തത്. പിന്നെ നമുക്കിന്ന് ചീരത്തോരനുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച ചീര തന്നെയാണ് കേട്ടോ. ചുമന്ന ചീരയും പച്ചച്ചീരയും കൂടെ മിക്സാണ്. അപ്പോൾ അതിലേക്ക് സവാളയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നല്ല ജീരകവും കടുകും കൂടെ പൊട്ടിച്ചിട്ട് ആദ്യം ഈ ചീര മാത്രം ഇട്ടിട്ടൊന്ന് വേവിക്കും. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കും. വെള്ളമൊന്നും ഒഴിക്കത്തില്ല. നമ്മുടെ ഈ കടായിൽ തന്നെ അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും ആവി വെള്ളം ചെന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ടാകും. അതിനുശേഷമാണ് തേങ്ങ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ തേങ്ങ ചേർത്തുണ്ടാക്കുന്നത് തോരനും, തേങ്ങ ചേർക്കാതെ മസാല ഇട്ടുണ്ടാക്കുന്നത് മെഴുക്ക് പുരട്ടിയും, അങ്ങനെയാണ് നമ്മൾ പറയാറ്. നമ്മൾ ആലപ്പുഴയിൽ അങ്ങനെ ഉപ്പേരി എന്നൊന്നും പറയലില്ല. അപ്പോൾ അത് ഒരു സൈഡിൽ തോരൻ റെഡി ആവുന്നുണ്ട്, ഒരു സൈഡിൽ മീൻ വറുത്തതും റെഡി ആവുന്നുണ്ട്. അങ്ങനെ ചീര വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നത്. തേങ്ങയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കും. തേങ്ങയൊക്കെ ചേർത്ത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അടച്ചുമൂടി വെക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ആവി വെള്ളം ഇറങ്ങിയിട്ട് ചീരയിലൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അത് കാരണം ചീര മൊത്തം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും ജസ്റ്റ് സ്പൂൺ അതിനകത്തേക്ക് തന്നെ ഇട്ട് വെച്ചിട്ട് മൂടി വെച്ച് അടച്ചു വയ്ക്കും. അപ്പോൾ അതിനകത്തേക്ക് ആവി വെള്ളം വീഴത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചീരയ്ക്ക് ഒരുമാതിരി ഒരു വെള്ളത്തിൻ്റെ ഒരു ടെക്സ്ചർ വരും. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നമുക്ക് ഇന്നലത്തെ മാമ്പഴ പുളിശ്ശേരിയും വരാൽ വറുത്തതും ചീരത്തോരനും ആയിരുന്നു കേട്ടോ.